സെയിൽസ് ടാക്സ് പ്രാക്ടീഷണേഴ്സും ചാർട്ടേഡ് അക്കൗണ്ടൻസും കുറേ സമയമെടുത്ത് അവരുടെ ഓഫീസിൽ വെച്ച് ചെയ്യുന്ന പല അക്കൗണ്ടിങ് വർക്കുകളും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള വിത്തിൻ മിനിമം കീ സ്ട്രോക്കിൽ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേ എന്നുള്ള മെനുവിൽ ഫസ്റ്റ് കാണിക്കുന്നത് പേയ്മെൻറ്റ് വൗച്ചർ ഓട്ടോ ജനറേഷനാണ്. ഇവിടെ വൗച്ചർ ടൈപ്പ് ചൂസ് ചെയ്ത് കൊടുക്കുക, ഏത് എക്സ്പെൻസ് ആണ് അല്ലെങ്കിൽ ലെജർ സെലക്ട് ചെയ്ത് കൊടുക്കുക, അമൗണ്ട് റേഞ്ച് കൊടുക്കുക. ഈ അമൗണ്ടിനകത്താണ് വൗച്ചർ ക്രിയേറ്റ് ആവുന്നത്. ടോട്ടൽ അമൗണ്ട് സെലക്ട് ചെയ്യുക. ഏത് ഇപ്പോൾ 1 lakhനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇത് ഏത് ഡേറ്റ് പീരീഡിലാണ് ഈ അമൗണ്ട് ഇത് വൗച്ചേഴ്സ് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടാലി അത്രയും വൗച്ചേഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സ്പെൻസ് ഹെഡ് കുറേ വൗച്ചേഴ്സ് ജനറേറ്റ് ചെയ്യാൻ നമുക്കിങ്ങനെ സിംഗിൾ എൻട്രി ഉപയോഗിച്ച് ഇപ്പോൾ പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ റാൻഡം അമൗണ്ട് വെച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പറയുന്ന റേഞ്ചിനകത്തുള്ള റാൻഡം അമൗണ്ട് വെച്ചിട്ടാണ് വൗച്ചേഴ്സ്. അപ്പോൾ ഓട്ടോമാറ്റിക് വൗച്ചേഴ്സ് നമുക്ക് പേയ്മെൻറ്റ് വൗച്ചേഴ്സ്, പാർട്ടിക്കുള്ള വൗച്ചേഴ്സോ അല്ലെങ്കിൽ എക്സ്പെൻസ് വൗച്ചേഴ്സ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് കാണിക്കുന്നത് പേയ്മെൻറ്റ് വൗച്ചർ സ്പ്ലിറ്റിംഗ് ആണ്. ഇപ്പോൾ 2,50,000 ഒരു ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് പാർട്ടി. അപ്പോൾ അത് എടുത്ത് സ്പ്ലിറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് നമ്മൾ വൗച്ചർ ടൈപ്പ് ഏതാണ്ട് ചൂസ് ചെയ്ത് ആ ലെജർ അക്കൗണ്ട് അമൗണ്ട് റേഞ്ച് കൊടുക്കുന്നു. അപ്പോൾ അമൗണ്ട് 7,500 ഇടയിലാണ് വേണ്ടത്. ആ പീരീഡ് സെലക്ട് ചെയ്യുന്നു. ഈ പീരീഡിനകത്താണ് ഈ വൗച്ചർ ചെയ്യുന്നത്. ഇപ്പോൾ 2,50,000 വൗച്ചർ എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ വൗച്ചർ, ഇപ്പോൾ ഒറിജിനൽ വൗച്ചർ ക്യാൻസൽ ആയിട്ടുണ്ടാവും. ഇപ്പോൾ സാലറിയുടെ ലെജർ എടുത്തു കഴിഞ്ഞാൽ ആ പല ഡേറ്റിലായിട്ട് ഈ അമൗണ്ട് റാൻഡം അമൗണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പല കസ്റ്റമറും വലിയ അമൗണ്ട് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇത് മാനുവലി നിങ്ങൾ ചെയ്യുന്നതാണ്. ഇത് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ടൂളാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്തത് മൾട്ടി നരേഷൻ. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത വൗച്ചേഴ്സിനുള്ള നരേഷൻ ബൾക്കായിട്ട് നരേഷൻ മാത്രമേ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസിനുള്ള ലെജർ സെലക്ട് ചെയ്തു, നമ്മൾ റിപ്പോർട്ടിൻ്റെ പീരീഡ് കൊടുക്കുന്നു, ഏത് ഡേറ്റോടെ ഏത് ഡേറ്റ് വരെ എന്നുള്ള റിപ്പോർട്ടാണ് വേണ്ടത്, പീരീഡ് കൊടുക്കുന്നു, ലെജർ സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ നരേഷൻ മാത്രമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒരു ജെന്യൂൻ നരേഷൻ നമുക്ക് കൊടുക്കണമെങ്കിൽ നരേഷൻ മാത്രമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്തതിൻ്റെ എല്ലാം നരേഷൻ മാത്രമായിട്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക് വൗച്ചർ ജനറേറ്റ് ചെയ്യാം, വൗച്ചർ സ്പ്ലിറ്റ് ചെയ്യാം, അതിന് റിക്കേർഡ് നരേഷൻ നമുക്ക് ഒറ്റയടിക്ക് കൊടുക്കാൻ പറ്റും. അടുത്ത് കാണിക്കുന്നത് റെസീപ്റ്റ് ഓട്ടോ ജനറേഷനാണ്. വൗച്ചർ ടൈപ്പ് സെലക്ട് ചെയ്യുന്നു, ഇപ്പോൾ പാർട്ടിയുടെ പേരോ അല്ലെങ്കിൽ ഏത് ഇൻകം ഹെഡോ സെലക്ട് ചെയ്യുന്നു, അമൗണ്ട് ചൂസ് ചെയ്ത് കൊടുക്കുന്നു, എത്ര അമൗണ്ടിൻ്റെ റെസീറ്റാണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുന്നു. 1,50,000 ഏത് പീരീഡിലാണ് ജനറേറ്റ് ചെയ്യേണ്ടത്, പീരീഡ് കൊടുക്കുന്നു. ഓട്ടോമാറ്റിക് ഇത്രയും വൗച്ചേഴ്സ് അവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ രാജേഷ് കമ്പനി എടുത്ത് നോക്കുമ്പോൾ റെസീറ്റ് ഇത്രയും അമൗണ്ടിൻ്റെ റെസീറ്റ് 1,50,000 റെസീറ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യേണ്ട പല ദിവസങ്ങളായിട്ട് റാൻഡം അമൗണ്ട് വെച്ച് ജനറേറ്റ് ആയിട്ടുണ്ട്. അടുത്തത് കാണിക്കുന്നത് ലെജർ റീപ്ലേസ്. 2 ലെജർ ക്ലബ് ചെയ്ത് സിംഗിൾ ലെജർ ആക്കുക, അല്ലെങ്കിൽ ഒരു ലെജറിന് പകരം വേറൊരു ലെജർ വെച്ച് റീപ്ലേസ് ചെയ്യണം. കസ്റ്റമർ പലപ്പോഴും 2 ലെജറിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഫസ്റ്റ് ലെജർ ചൂസ് ചെയ്യുന്നു, നമ്മൾ ട്രാവലിംഗ് എക്സ്പെൻസുള്ള ലെജർ എടുത്ത് അതിന് പകരം നമ്മൾ എല്ലാ വൗച്ചറിലും കൺവെയൻസ് വെച്ച് റീപ്ലേസ് ചെയ്യണം. കസ്റ്റമർ തെറ്റി അടിച്ചതാണ്. ആ ഡേറ്റ് പീരീഡ് നമ്മൾ ചൂസ് ചെയ്യാം. ഈ ഡേറ്റ് പീരീഡിൽ ഉള്ള ട്രാൻസാക്ഷൻ്റെ എൻ്റർ പ്രസ് ചെയ്താൽ ഒരു പ്രോസസ്സ് റൺ ചെയ്യും. ഈ പ്രോസസ്സ് റൺ ചെയ്യുമ്പോൾ ആ രണ്ടാമത്തെ ലെജർ ഫസ്റ്റ് ലെജറിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻ എടുത്ത് നോക്കുമ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് എംപ്റ്റി ആണ്, പകരം ഇതെല്ലാം കൂടി ചെന്ന് കൺവെയൻസിൽ റീപ്ലേസ് ആയിട്ടുണ്ട്. കസ്റ്റമർ ഒരു ലെജറിൽ സെയിൽ ചെയ്യും, വേറെ ലെജറിൽ റെസീറ്റ് എൻട്രി. ഇത് നമുക്ക് എനി പോയിൻ്റ് ഓഫ് ടൈം ക്ലബ് ചെയ്യാൻ പറ്റും. താങ്ക് യു.